ഇലക്ഷൻ അവറിലേക്ക് വീണ്ടും. ഇത്തവണ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. മണ്ഡലം നിലനിർത്താൻ UDFും തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണിയും കച്ചകെട്ടിയതോടെ പ്രവചനാതീതമാണ് പാലക്കാട്ടെ ജനഹിതം. ശക്തി തെളിയിക്കാൻ BJP കൂടി കളത്തിലിറങ്ങുകയാണ് ഇത്തവണ. നമുക്ക് പാലക്കാടിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP VK ശ്രീകണ്ഠനാണ് ഇത്തവണയും ജനവിധി തേടി ഇറങ്ങുന്നത്. രണ്ടാം തവണയും അദ്ദേഹം അവിടെ പാലക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വീണ്ടും ജനവിധി തേടാൻ എത്തുകയാണ്. കഴിഞ്ഞ തവണ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ മന്ത്രിയായ MP രാജേഷിനെ പരാജയപ്പെടുത്തിയാണ് VK ശ്രീകണ്ഠൻ പാർലമെന്റേറിയനായത്, പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്തവണ MP രാജേഷിന് പകരം LDF കളത്തിലിറക്കിയിട്ടുള്ളത് മുതിർന്ന നേതാവായ A വിജയരാഘവനെയാണ്. CPM പോളിറ്റ് ബ്യൂറോ അംഗമാണ്, അതുപോലെ തന്നെ മുൻ ഇടതുമുന്നണി കൺവീനറായിരുന്നു, CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ പരിചയ സമ്പത്ത് തന്നെയാണ് A വിജയരാഘവന്റെ മുതൽക്കൂട്ട്. NDA സ്ഥാനാർത്ഥിയായി C കൃഷ്ണകുമാർ എത്തുകയാണ് വീണ്ടും. അപ്പോൾ ശക്തമായ പോരാട്ടം തന്നെ ഇത്തവണ പാലക്കാട് മണ്ഡലത്തിലുണ്ടാകും എന്നത് ഉറപ്പാണ്. ഇനി നമ്മൾ അടുത്തതായി നോക്കുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളുടെ ഒരു കണക്കാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആകെ വോട്ടർമാർ പാലക്കാട് മണ്ഡലത്തിൽ 2019 വോട്ട് ചെയ്തത് 10,25,971 വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. പുരുഷന്മാർ 4,94,457 പേരാണ്. സ്ത്രീകളുടെ എണ്ണം കുറവാണ്, വളരെ കുറവാണ്. 5,31,513 സ്ത്രീകളാണ് വോട്ട് ചെയ്തത്. വോട്ടിംഗ് ശതമാനം 77.72% വോട്ടുകൾ 2019 ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് പാലക്കാട് 2019 മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ നിയോജക മണ്ഡലങ്ങളും ആർക്കൊപ്പമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നതെന്ന് നോക്കാം. പട്ടാമ്പി UDFിനൊപ്പമായിരുന്നു. ഷൊർണൂർ പക്ഷേ LDFിനൊപ്പം നിന്നു. ഒറ്റപ്പാലം LDFിനൊപ്പം നിന്നു. കോങ്ങാടും അതുപോലെ തന്നെ LDFിനൊപ്പമായിരുന്നു. അതിൽ മണ്ണാർക്കാടാണ് UDFിനൊപ്പം നിന്ന മറ്റൊരു മണ്ഡലം. മലമ്പുഴ LDFിനൊപ്പമായിരുന്നു. പാലക്കാട് നിയോജക മണ്ഡലവും UDFിനൊപ്പമായിരുന്നു. അപ്പോൾ കണക്കുകൾ നോക്കിയാൽ 3 UDFും മറ്റ് 4 LDFിനുമായിരുന്നു മുൻതൂക്കം എന്നതാണ് ശ്രദ്ധേയം. ഇനി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. അതിൽ കൂടുതലും മണ്ഡലങ്ങൾ LDFിനൊപ്പം തന്നെയായിരുന്നു. ഓരോ മണ്ഡലങ്ങളും നമുക്ക് പ്രസന്റേഷനിൽ തന്നെ വളരെ കൃത്യമായി തന്നെ വ്യക്തമാകും. പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട് മണ്ഡലങ്ങൾ LDFിനൊപ്പമായിരുന്നു. മണ്ണാർക്കാടാണ് UDFിനൊപ്പം നിന്ന മണ്ഡലം. മലമ്പുഴ LDFിനൊപ്പമായിരുന്നു. പാലക്കാട് UDFിനൊപ്പമായിരുന്നു. അപ്പോൾ 2 മണ്ഡലങ്ങൾ മാത്രമാണ് UDFിനൊപ്പം നിന്നത്. ഇനി നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത്, നമ്മളൊരു ഗ്രാഫിക് പ്രസന്റേഷൻ നോക്കുകയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ട് ഷെയർ ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 2014 45.36% വോട്ട് ഷെയർ ആണ് LDFിനുണ്ടായിരുന്നത്. 33.79% UDFിന് ലഭിച്ച വോട്ട് ഷെയർ. NDAക്ക് 15%, മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർക്ക് 5.85% ലഭിച്ചത്. ഇതാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുചിത്രം. ഇനി നമുക്ക് 2019, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നോക്കാം. LDFിന്റെ വോട്ടുകൾ കുറയുന്നതാണ് നമ്മൾ കണ്ടത്. 38.03% വോട്ടുകളാണ് LDFിന് സമാഹരിക്കാൻ കഴിഞ്ഞത്. UDF 39.17% വോട്ടുകൾ UDFിന് ലഭിച്ചു. NDA 2014 തെരഞ്ഞെടുപ്പിൽ 15% 21.44% NDAയുടെ വോട്ട് ഷെയർ ഉയരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പോൾ ഇത്തവണ അതിലും കൂടുതൽ വോട്ട് നേടാൻ കഴിയും എന്നാണ് NDA കണക്ക് കൂട്ടുന്നത്. ആ രീതിയിലാണ് NDAയുടെ പ്രചാരണവും. ഇതാണ് പാലക്കാട് മണ്ഡലത്തിലെ ഒരു പൊതുചിത്രം, ഒരു പൊതു തെരഞ്ഞെടുപ്പ് ചിത്രം. പക്ഷേ വാശിയേറിയ പോരാട്ടം നടക്കുന്നുണ്ട്. പ്രചാരണ രംഗമടക്കം അതിശക്തമായി തന്നെ 3 സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്തുണ്ട്. നമുക്ക് നോക്കാം ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്രത്തോളമായിരുന്നു, ആർക്കാണ് മുൻതൂക്കമുള്ളത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. നന്ദഗോപാലാണ് ചേരുന്നത് പാലക്കാട് നിന്ന്. നന്ദഗോപാൽ, അവസാന 10ലേക്ക് കടന്നിരിക്കുകയാണ് പ്രചാരണ രംഗം. എങ്ങനെയാണ് പാലക്കാട് മണ്ഡലത്തിലെ ഒരു പൊതുവികാരം? തെരഞ്ഞെടുപ്പ് കാറ്റ് ആർക്ക് അനുകൂലമായി വീശുന്നു ഇപ്പോൾ?
ദിവ്യ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നഷ്ടപ്പെട്ട ഒരു കോട്ട തിരിച്ചുപിടിക്കാൻ എൽ.ഡി.എഫും എൽ.ഡി.എഫിൽ നിന്നും പിടിച്ചെടുത്ത ഒരു മണ്ഡലം വിട്ടുകൊടുക്കാതിരിക്കാൻ യു.ഡി.എഫും നടത്തുന്ന ഒരു മത്സരമായിരിക്കും ഇത്തവണ കാണാൻ സാധിക്കുക. നമുക്ക് ആദ്യം തുടക്കം മുതൽ അറിയുന്നത് പോലെ യു.ഡി.എഫിലും ബി.ജെ.പിയിലും ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നും തന്നെയില്ലായിരുന്നു. പക്ഷേ എൽ.ഡി.എഫ് ഇക്കാര്യത്തിൽ ഒരുപാട് തന്നെ കണക്കുകൂട്ടലുകൾ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഒരു പി.ബി അംഗം മുതിർന്ന നേതാവുമായ എ വിജയരാഘവനെ തന്നെ ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു മുതിർന്ന നേതാവിനെ ഇവിടെ അവതരിപ്പിച്ച ഈ ഒരു മത്സര രംഗം ശക്തമാക്കുക, ഈ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ എ വിജയരാഘവന് മണ്ഡലം പുതിയ ഒരു സ്ഥലമല്ല, പ്രത്യേകിച്ചും അദ്ദേഹം ഒരു തവണ ഇവിടെ MP ആയിട്ടുണ്ട്. അതുകൊണ്ട് അന്യമായ ഒരു മണ്ഡലമല്ല പാലക്കാട് വിജയരാഘവന്. ഒപ്പം തന്നെ ഈ തവണ ഈ MPക്കെതിരെ കഴിഞ്ഞ തവണ MP നടത്തിയ ഈ വികസന പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഫലമില്ല. ഒപ്പം ദേശീയ രാഷ്ട്രീയം ഉൾപ്പെടെ ചർച്ചയാക്കിയാണ് എ വിജയരാഘവന്റെ ഒരു പ്രചരണം മുന്നോട്ട് പോകുന്നത്. VK ശ്രീകണ്ഠന്റെ ഒരു പ്രചരണ രീതി പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മുഴുവൻ സമയം ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് വോട്ടർമാർക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം നടത്തിയ ഓരോ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഈ വ്യവസായ മേഖലയിലും റെയിൽവേയിലും ഒപ്പം കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും എല്ലാം തന്നെ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം പാർലമെന്റിൽ നടത്തിയ ഇടപെടലുകളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് VK ശ്രീകണ്ഠൻ ഈ തവണ മത്സരത്തെ നേരിടുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ UDF-ന് ഉണ്ടായ ഒരു അനുകൂല ഘടകം, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഫാക്ടർ ഉൾപ്പെടെയല്ല ഈ ഒരു പാലക്കാട് വിജയിക്കാനുണ്ടായ കാരണം മറ്റ് LDF-നോടുണ്ടായ ഒരു എതിരഭിപ്രായമാണ് എന്നുള്ളത് ഇത്തവണ കൂടെ തെളിയിക്കേണ്ടതും ഈ VK ശ്രീകണ്ഠനെ സംബന്ധിച്ച ഒരു ലക്ഷ്യമാണ്. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവരുടെ ഒരു മത്സരഗതി പോകുന്നത്. ഒപ്പം BJP ഈ മണ്ഡലത്തിൽ നേടുന്ന ഒരു വോട്ടിന്റെ കണക്ക് കൂടെ ഈ തവണ ചർച്ചയാവും. ഓരോ തവണയും BJPയുടെ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വോട്ട് വിഹിതം കൂട്ടുന്നു എന്നുള്ളതാണ് പാലക്കാടിന്റെ ഒരു പ്രത്യേകത. യെസ്, നന്ദഗോപാൽ, ഭരണവിരുദ്ധ വികാരം, സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വികാരം പൊതുവെ അലയടിച്ചിരുന്നു പ്രചാരണ രംഗത്ത്. തീർച്ചയായും ദിവ്യ, പ്രത്യേകിച്ചും നമുക്ക് അറിയുന്നത് പോലെ പാലക്കാട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന് തന്നെ നേരെ ഉയർന്നു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷകരുടെ ഒരു വികാരമായിരുന്നു. പ്രത്യേകിച്ചും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർ നിരവധി പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടായിരുന്നു. അത് സർക്കാരിനെതിരെ ഒരു തിരിച്ചടിയായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിലും പാലക്കാട് പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ചും നിരവധി സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന പല പ്രദേശങ്ങളുമുണ്ട്. അവിടെ ക്ഷേമ പെൻഷൻ മുടങ്ങി വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. നമ്മൾ തന്നെ പലതവണ പാലക്കാട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിനെതിരെ ഈ ഒരു പ്രചരണം UDF-ഉം ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എ വിജയരാഘവൻ നേരത്തെ നടത്തിയ ചില പരാമർശങ്ങൾ അത് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നുള്ളൊരു വിലയിരുത്തലും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഈ LDF-ന് ഒരു എതിരായി അലയടിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുതന്നെയാണ് UDF-ഉം ഈ ഒരു പ്രചരണ രംഗത്ത് LDF-നെതിരെയായി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ പ്രചരണായുധം. യെസ്, അതാണ് ഇത്തവണ വീണ്ടും മണ്ഡലം നിലനിർത്താൻ തന്നെയാണ് UDF അവിടെ കച്ചകെട്ടി രംഗത്തിറങ്ങുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF-ഉം തയ്യാറെടുക്കുകയാണ്. ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. എ വിജയരാഘവൻ LDF സ്ഥാനാർത്ഥിയായി എത്തുന്നു. VK ശ്രീകണ്ഠൻ UDF സ്ഥാനാർത്ഥിയാണ്. C കൃഷ്ണകുമാറാണ് NDA സ്ഥാനാർത്ഥി. ഇപ്പോൾ തീപാറും പോരാട്ടം തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിലും നടക്കാൻ പോകുന്നത്.